ലൈവിൽ രാവിലെ തന്നെ വൻ അടിയാണ് കേട്ടോ നടക്കുന്നത്. ഇന്നും ഫുഡിൻ്റെ പേരിൽ തന്നെയാണ് ഇവർക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടിയുണ്ടായിരിക്കുന്നത് ഫുഡിൻ്റെ പേരിലാണ് കേട്ടോ. ഇന്നും അത്തരത്തിൽ തന്നെയുള്ള അടിയാണ് അല്പസമയത്തിനുള്ളിൽ ലൈവ് നടക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടി നടക്കുന്നത് നൂറയാണ് തുടക്കം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നൂറ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്നു. നൂറ പറഞ്ഞിരുന്നു കറക്റ്റ് സമയത്ത് എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കയറി ഫുഡ് ഉണ്ടാക്കും. നൂറക്ക് ഗ്യാസിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ നൂറ അത് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ഇന്നലെ തന്നെ രാത്രി ഒരുപാട് കിടക്കുമ്പോഴും നൂറ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കും എന്നുള്ളത്. യോഗട് ആരും എടുത്തിട്ടുണ്ട്. ആരാണ് ഈ യോഗട് എടുത്തത്? പിന്നെ അക്ബറും ആര്യനൊക്കെ കൂടി ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു അനീഷ് പറഞ്ഞു അത്രേ. ആ ഒരു സമയത്ത് തന്നെയാണ് യോഗട് നോക്കുമ്പോൾ യോഗട് കുറച്ചുള്ളൂ. അത് എടുത്തേന്ന് ചോദിക്കുമ്പോൾ നൂയും പറഞ്ഞു ഞാനാ എടുത്തേ. കഴിഞ്ഞ് നേരെ നൂറ ഫ്രിഡ്ജ് തുറക്കുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പോകുമ്പോൾ ആര്യനും അക്ബറും കൂടി നൂറയെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പം നൂറ സമ്മതിക്കുന്നില്ല. നൂറ ബലത്തിൽ ഫ്രിഡ്ജ് തുറക്കുന്നു. അപ്പോൾ അതിന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ആ ട്രേ ഒക്കെ താഴെ വീഴുന്നു. മിക്കവാറും പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്നുള്ള പേരും കൂടി വന്നേക്കാം. കണ്ടു നിൽക്കുന്ന സാബുമാൻ ചൂടാവുന്നു. സാബുമാൻ ചൂടാവുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് സാബുമാൻ ചൂടാവുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണുന്നത്. കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് ലൈവിൽ കണ്ടറിയാം. പക്ഷേ പ്രൊമോയിൽ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ആര്യൻ്റെ നേർക്ക് വരുന്ന എടാ പൊടന്നൊന്നും വിളിക്കേണ്ടെന്ന്. സാബുമാന് ഇന്നലെ തന്നെ ഇവരുടെ സ്വഭാവമൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവർ കാട്ടുന്ന കാട്ടായങ്ങൾ സഹിക്കുക, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അധികം സഹിക്കട്ടെ, ഞാനിവിടെ ഇറങ്ങി പോകും എന്നൊക്കെ വരെ സാബുമാൻ പറഞ്ഞിരുന്നു. ഇന്ന് ആര്യൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോളെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ആര്യൻ. അപ്പോൾ അനു പറയുന്നുണ്ട് എൻ്റെ ദേഹത്തൊട്ടേക്കരുത് എന്ന് പറയുന്നു. സ്ത്രീകളെ അപമാനിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് നടക്കുന്നത്. ഇപ്പോൾ എന്നോടത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇവരൊക്കെ എന്ത് മെസ്സേജാണ് പബ്ലിക്കിന് കൊടുക്കണേന്ന്. ഇത് ഫാമിലിയൊക്കെ കാണുന്ന ഷോയാണ്, എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന്. അത് തന്നെയാണ് നമുക്ക് ചോദിക്കില്ല, എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്, ഇതുപോലെയൊക്കെ ആവരുത് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നുണ്ടാവുമായിരിക്കാം. ഇങ്ങനെയും ആൾക്കാർ ഇവിടെ ഉണ്ട്, എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ജനറേഷനോട് പറഞ്ഞു കൊടുക്കുക. അത്തരത്തിലുള്ള മെസ്സേജസ് ഒക്കെയാണ് കേട്ടോ ഇവരൊക്കെ പാസ് ചെയ്യുന്നത്, ഈ സീസണിലുള്ളവർ പാസ് ചെയ്യുന്നത്. അത്തരത്തിലാണ് ഇന്നത്തെ പ്രോമോ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. അനുമോൾ അതിനിടയ്ക്ക് പറയുന്നുണ്ട് 3 കണക്കാണ്, 3 കറക്റ്റായിട്ട് ബിഗ് ബോസ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 3 കണക്കാണെന്ന്. അത് തന്നെ പ്രേക്ഷകരും പറയുന്നത് 3 കണക്കാണ്. നടക്കാൻ പോകുന്ന അടി കയ്യാങ്കളിയിലേക്ക് മാറും. അത്തരത്തിലാണ് പ്രോമോ വന്നിരിക്കുന്നത്. ബിഗ് ബോസിന് നല്ല പണിയാണ്. ഇന്നലെ നിവിനൊരു വാണിംഗ് കൊടുത്തോണ്ട് നിവിൻ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ആര്യനും അക്ബറും ആണ്. ഒരാൾക്ക് വാണിംഗ് കൊടുത്തതാണ്, പിന്നെ എന്തിനാ വീണ്ടും പോയിട്ട് ഇങ്ങനെയൊക്കെ ആ പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്നത്? അവരിങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ബിഗ് ബോസ് ചുമ്മാ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നതാണ് അവർ കരുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാമെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.